റഷ്യക്കെതിരെ വൻ ഡ്രോൺ ആക്രമണവുമായി യുക്രൈൻ. റഷ്യൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഏകദേശം 600ഓളം ഡ്രോണുകളാണ് യുക്രൈൻ ഒരേ സമയം റഷ്യക്ക് നേരെ തൊടുത്തത്. ക്രിമിയൻ പെനിൻസുല, കരിങ്കടൽ, അസോവ് കടൽ എന്നിവയുൾപ്പെടെ 14ഓളം റഷ്യൻ മേഖലകളിൽ നിന്നായി 556 യുക്രൈൻ ഡ്രോണുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മോസ്കോ, ബെൽഗറോഡ്, കുർസ്ക്, ബ്രിയാൻസ്ക് തുടങ്ങിയ മേഖലകളിലാണ് ആക്രമണ ഭീഷണി ഉയർന്നത്. തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമിട്ടും ഡ്രോണുകൾ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മോസ്കോ മേഖലയിലെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും പ്രാദേശിക ഗവർണർ അറിയിച്ചു. അതിർത്തിയോട് ചേർന്ന ബെൽഗറോഡ് മേഖലയിലും ഒരാൾ കൊല്ലപ്പെട്ടതായി റഷ്യ സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് മോസ്കോയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ചില പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണത്തിലും ആശയവിനിമയ സംവിധാനങ്ങളിലും തടസ്സം നേരിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവയും ലക്ഷ്യമാക്കിയെന്നാണ് വിവരം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി റഷ്യ കീവ് ഉൾപ്പെടെയുള്ള യുക്രൈൻ നഗരങ്ങളിൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് പുതിയ ആക്രമണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 25ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. റഷ്യ യുദ്ധം തുടരുകയും സാധാരണ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുക്രൈൻ പ്രത്യാക്രമണം ശക്തമാക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തുടനീളം 1000-ലധികം യുക്രൈനിയൻ ഡ്രോണുകൾ തടഞ്ഞതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. തലസ്ഥാനത്തേക്ക് വരികയായിരുന്ന കുറഞ്ഞത് 81 ഡ്രോണുകളെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒറ്റരാത്രി കൊണ്ട് തകർത്തതായി മോസ്കോ മേയർ പറഞ്ഞു. ആക്രമണങ്ങളിൽ നിരവധി പ്രദേശങ്ങളിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മോസ്കോ മേഖലയിലെ 3 പേർ ഉൾപ്പെടെ ആക്രമണത്തിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ പറഞ്ഞു. യുക്രൈന്റെ അതിർത്തിയിലുള്ള റഷ്യയുടെ ബെൽഗറോഡ് മേഖലയിൽ മറ്റൊരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മോസ്കോയുടെ വടക്കുള്ള ഖിംകിയിലെ ഒരു വീട്ടിൽ അവശിഷ്ടങ്ങൾ ഇടിച്ചുകയറി ഒരു സ്ത്രീ മരിച്ചതായി മോസ്കോ മേഖലാ ഗവർണർ പറഞ്ഞു. മെറ്റിഷി ജില്ലയുടെ പോഗോറെൽസ്കി ഗ്രാമത്തിൽ മറ്റ് 2 പുരുഷന്മാർ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ചിലർ മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും സൗകര്യം തന്നെ പ്രവർത്തനക്ഷമമാണെന്നും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അധികൃതർ വാദിച്ചു. മോസ്കോയുടെ കനത്ത വ്യോമ പ്രതിരോധ ശൃംഖല ഉണ്ടായിരുന്നിട്ടും റഷ്യൻ പ്രദേശത്തിനുള്ളിൽ 500 കിലോമീറ്ററിലധികം ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കീവ് നഗരത്തിന് കഴിഞ്ഞുവെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് അവകാശപ്പെട്ടു. ആക്രമണങ്ങളെ റഷ്യ അപലപിക്കുകയും യുക്രൈൻ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ആരോപിച്ചു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ആക്രമണങ്ങളെ കൂട്ടഭീകരാക്രമണം എന്ന് വിശേഷിപ്പിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യയും യുക്രൈനും മനഃപൂർവ്വം സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സംഘർഷത്തിലുടനീളം ഇരുവശത്തുമുള്ള റെസിഡൻഷ്യൽ അയൽപ്പക്കങ്ങളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആക്രമണം നടന്ന സ്ഥലം തങ്ങളുടെ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചതായും പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ സന്ദർശിച്ചതായും എംബസി അറിയിച്ചു. ജീവനാശത്തിൽ എംബസി അനുശോചനം രേഖപ്പെടുത്തുന്നു. തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിന് കമ്പനി മാനേജ്മെന്റുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും സഹകരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ എംബസി പറഞ്ഞു. ഇരകളുടെ പേര് വിവരങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല. ഡ്രോൺ ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഞായറാഴ്ച രാത്രിയിലെ ആക്രമണം സമീപ മാസങ്ങളിൽ മോസ്കോയിൽ നടന്ന ഏറ്റവും വലിയ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണങ്ങളിലൊന്നാണെന്ന് റഷ്യൻ അധികൃതർ പറഞ്ഞു. തലസ്ഥാനത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ചില ഭാഗങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ, സ്ഫോടനങ്ങൾ വീഴുന്ന അവശിഷ്ടങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.